ശ്രീ രാഹുൽ ഈശ്വർ നോക്കൂ, ഈ കോടതി ഉത്തരവിന്റെ 6ാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: സൈലൻസ് ആൻഡ് ഇനാക്ഷൻ നോട്ട് ബീങ് ഓപ്ഷൻസ് അവൈലബിൾ ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ് എനിമോർ. ഈ പറഞ്ഞ നിശബ്ദതയും ഇനാക്ഷനും ഇനി സർക്കാരിന് അവൈലബിൾ ആയിരിക്കില്ല എനിമോർ. ഇനഫ് ഈസ് ഇനഫ് എന്ന് കോടതി സർക്കാരിനോട് പറയുമ്പോഴെങ്കിലും സർക്കാർ ആക്ട് ചെയ്യണ്ടേ? ഇപ്പോൾ SIT ഒക്കെ രൂപീകരിച്ചു, യാതൊരു തടസ്സവുമില്ലാതെ കൃത്യമായി കേരളത്തിലെ സമൂഹത്തിന് ബോധ്യമാകുന്ന വിധം, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിന് ബോധ്യമാകുന്ന വിധം ആക്ട് ചെയ്യാനുള്ള ബാധ്യത ഭരണകൂടത്തിനില്ലേ? ഇപ്പോൾ കോടതിയുടെ തന്നെ സമക്ഷമല്ലേ, കോടതിയിൽ എന്താണ് നിലപാടെങ്കിൽ കോടതി എന്താണ് സമീപനം എടുക്കുന്നത് തീരുമാനിക്കട്ടെ. പക്ഷേ 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാതെ വയ്യ. എനിക്ക് വലിയ ഇഷ്ടവും ബഹുമാനവും ഉള്ള ആളാണ് ശ്രീമതി വീണ. നമ്മുടെ നാട്ടിൽ അങ്ങനെ വ്യാജ പരാതി കൊടുത്ത ഒരു സ്ത്രീയുടെ പേര് ഞാൻ പറയാം, വീണയ്ക്ക് യോജിപ്പ് കാണും, സരിത. നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ അടക്കം യാതൊരു ദയവുമില്ലാതെ കോൺഗ്രസിന്റെ എല്ലാ പ്രമുഖ നേതാക്കളെ കുറിച്ചും കള്ളം പറഞ്ഞു. എനിക്ക് കോൺഗ്രസിൽ യാതൊരു കാസ്റ്റിംഗ് കോച്ചും ഇല്ലെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് പുറത്താക്കിയ കോൺഗ്രസിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തി, അവർ എന്തായാലും ശരിയായ ആരോപണമെന്നൊന്നും വീണ പറയില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, ഈ ആരാനെ കുറിച്ച് പറയുമ്പോൾ പറയാൻ എളുപ്പമാണ്, പക്ഷേ സ്വന്തം കുടുംബത്തിനും സ്വന്തം പാർട്ടിക്കും നേരെ വരുമ്പോൾ മാത്രമേ നമുക്കതിന്റെ വേദന അറിയുള്ളൂ. അവിടെയാണ് ഇനി 2 നിവിൻ പോളിയുടെ കാര്യം പറഞ്ഞു. ആ കുട്ടി പറഞ്ഞെന്താ അറിയാമോ? ഉറക്കപ്പിച്ച് കാരണം ഡേറ്റ് മാറിപ്പോയി എന്നുള്ളതാണ്. ഉറക്കപ്പിച്ച് കാരണം ഞാൻ പറഞ്ഞ ഡേറ്റ് മാറിപ്പോയി, അതായത് പ്രൈം ടൈം ചർച്ചയ്ക്ക് വന്നിരുന്ന ഡേറ്റ് ഉറക്കപ്പിച്ച് കാരണം മാറിപ്പോയി. എങ്ങനെയാണ് കൊച്ചിയിലുള്ള നിവിൻ പോളി, ആ കുട്ടിയും ദുബായിൽ ഇല്ലെന്ന് പറയുന്നു, കൊച്ചിയിലുള്ള നിവിൻ പോളി ദുബായിൽ റേപ്പ് നടന്നത് ഡിജിറ്റലി റേപ്പ് നടത്തിയതാണ്. അവിടെയാണ് പ്രശ്നം. ശ്രീ സജി നന്ദിയായിട്ട് മാത്രമല്ല, ശ്രീ മോഹൻലാൽ, മമ്മൂട്ടി, സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സൂചിപ്പിച്ച പോയിന്റ് എന്താണ്? സിനിമ നശിക്കരുത്, ഈ സിനിമയെ നശിക്കുന്ന രീതിയിൽ ഇത് പോകരുത്. നവീകരണത്തിന് വേണ്ടി ആകണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, നശീകരണത്തിന് വേണ്ടി ആകരുത്. പിന്നെ നമ്മൾ എല്ലാം അഗ്രി ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് നല്ലതാണ്. ഇനിയും ഇങ്ങനെ ചൂഷകർക്കോ അല്ലെങ്കിൽ പീഡകർക്കോ സെക്സ്പ്ലോയിറ്റേഴ്സിനോ ഒരു പേടി ഉണ്ടാകും, ഫിയർ ഉണ്ടാകും. മീണ പറഞ്ഞവരോട് പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷേ തെളിവില്ലാതെ 35 വർഷത്തിന് ശേഷം ഒരാൾ അപകീർത്തിപ്പെടുമ്പോൾ അയാൾക്ക് തിരിച്ചു പറയാൻ ഒന്നുമില്ലാന്നും കൂടെ ഓർക്കണം. അങ്ങനെയാണ് ജിതേന്ദ്രക്കെതിരെ ഹിമാചൽ ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു. 48 വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ എന്നോട് മീറ്റു ചെയ്തു എന്ന് പറഞ്ഞാൽ കോടതി പറഞ്ഞത് ഇത് ഇൻഹെറന്റ്ലി അബ്സർഡ് എന്നാണ്. അത് സത്യമാണെന്ന് നമ്മൾ എങ്ങനെ തെളിയിക്കും? അല്ലെങ്കിൽ എങ്ങനെ തെളിയിക്കാതിരിക്കും? 48 വർഷം മുമ്പ് ഒരാൾ എന്നെ മീറ്റു ചെയ്തു എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി ജിതേന്ദ്രക്കെതിരെ കേസ് കൊടുക്കുന്നു. ആ പെൺകുട്ടിക്ക് തെളിയിക്കാൻ കഴിയുമോ? ജിതേന്ദ്രക്ക് അങ്ങനെ അല്ലെന്ന് തെളിയിക്കാൻ കഴിയുമോ? അപ്പൊ ഇതൊരു നെയിം ആൻഡ് ഷെയിം സ്ട്രാറ്റജിയായി മാറുന്നത് കൊണ്ടാണ് മീറ്റുവിന്റെ പോലും ക്രെഡിബിലിറ്റി ബാധിച്ചത്. നിങ്ങൾ സ്ത്രീകൾ ഒരു വരി കൂടെ പറഞ്ഞു, അതുകൊണ്ട് സഫറിംഗ് എൻഡിൽ സ്ത്രീകൾ ശ്രീ രാഹുൽ ഈശ്വർ നേരെ തിരിച്ച് പുരുഷൻ എന്ത് ചെയ്യണം? വ്യാജ ആരോപണങ്ങൾ വന്നാൽ അയാൾക്ക് കുടുംബം കാണും, കുട്ടികൾ കാണും, അയാളുടെ മോള് കല്യാണം കഴിക്കാൻ നിൽക്കുമായിരിക്കും. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കളും ഒരു ഭർത്താവാണ്, ഒരു മകനാണ്. ഒരു സ്ത്രീ അത്തരം ട്രോമയിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ പിന്നീട് അവർ ജീവിക്കുന്ന ഓരോ നിമിഷവും അവർ മരിച്ചു ജീവിക്കുന്നതിന് തുല്യമാണ്. ശ്രീമതി വീണ ദയവായി അല്ല, താങ്കൾ ഒരു മകളും ഭാര്യയുമാണ്. നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും പുരുഷനെതിരെയാണ് വ്യാജ ആരോപണം വന്നെങ്കിലോ, ഈ 25 വർഷം മുമ്പ് ഇയാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ അച്ഛനോ നമ്മുടെ സഹോദരനോ നമ്മുടെ മകനോ നമ്മുടെ ഭർത്താവിനോ എതിരെ ഒരു വ്യാജ ആരോപണം വന്നു, ഇയാൾ അല്ലാന്ന് എങ്ങനെ തെളിയിക്കും? അപ്പം പേപ്പറിലെല്ലാം അയാളുടെ പേര് വരും, അയാൾ പീഡകനാകും, അയാൾ മോശക്കാരനാകും, അയാൾക്ക് തെളിയിക്കാൻ പോലും വകുപ്പില്ല. അതിനുള്ള ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. ഈ സമൂഹത്തിലെ സ്ത്രീകൾ, നമ്മുടെ ഒരു ഗുഡ് ഫെയ്ത്ത് എന്താണ്? സ്ത്രീകൾ ആരും പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടിയിട്ടോ ആരെങ്കിലും എന്നെ പീഡിപ്പിച്ചു എന്ന് കേസിൽ എന്താണ് സംഭവം? പറയട്ടെ. ഐ വിൽ ടെൽ ദ ആൻസർ. ആ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോ കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി ഏത് സ്റ്റാൻഡാണ് എടുത്തത്? ഇരുന്ന് ഉമ്മൻചാണ്ടി സാറിനെതിരെയുള്ള വ്യാജ പരാതിയാണെന്നെങ്കിലും ഈ വേദി പറയുമോ? ഉമ്മൻചാണ്ടി സാറിനെതിരെയുള്ള വ്യാജ പരാതിയാണ് സരിത കൊടുത്തതെന്ന് പറയുമോ? അതോ സരിതയും പരിശുദ്ധയാണോ? സരിതയും സതീ സാവിത്രിയാണോ? സരിത കൊടുത്ത അതിനുള്ള ഉത്തരവാണ് ശ്രീ രാഹുൽ ഈശ്വർ ഇപ്പൊ അനുകൂലിക്കുന്ന ഈ CPM-ന്റെ സർക്കാർ വന്നതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. ക്ഷമ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇടതുപക്ഷക്കാരനായ മാധവൻകുട്ടി സാറടക്കം ഞാൻ ചെയ്തത് തെറ്റിപ്പോയി, അതുകൊണ്ട്
കേരളത്തിൽ ആരെങ്കിലും മോശമായി പെരുമാറി എന്ന് പറഞ്ഞു വരുന്ന സ്ത്രീകൾ പറയുന്നതെല്ലാം തെറ്റാണെന്ന് അടച്ച് സമ്മതിക്കണോ? അങ്ങനെയാണോ സാധാരണ താങ്കൾ ആഗ്രഹിക്കുന്നത്? അത് പറയാൻ കോൺഗ്രസ് സാധിക്കില്ല. സ്ത്രീകൾക്കൊപ്പം നിൽക്കാനേ കോൺഗ്രസിന് സാധിക്കുകയുള്ളൂ. സ്ത്രീകളുടെ മനസാക്ഷിക്കൊപ്പം നിൽക്കാനേ കോൺഗ്രസിന് സാധിക്കുകയുള്ളൂ. സത്യത്തോട് ഒരു വരി മാത്രം, നിങ്ങൾ സ്ത്രീയോടും പുരുഷനോടൊപ്പം അല്ല, സത്യത്തോടൊപ്പം നിൽക്കണം. സത്യം കോടതി തെളിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയോടൊപ്പമല്ല, പുരുഷനോടൊപ്പമല്ല, സത്യത്തോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. ശരി, ഓക്കെ. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ഇന്നിപ്പോ അല്ല സത്യത്തോടൊപ്പം നമുക്ക് നിൽക്കാം, പക്ഷെ സത്യം കണ്ടെത്തണമല്ലോ. ആ യാത്രയിൽ സ്ത്രീയോടൊപ്പം തീർച്ചയായിട്ടും നമ്മൾ നിൽക്കും. സത്യം കണ്ടെത്താനുള്ള യാത്രയിൽ സ്ത്രീയോടൊപ്പം നമ്മൾ നിൽക്കും. ശരി, ഓക്കെ.